എന്തെല്ലാം ചങ്ങായിമാരെ സുഖമല്ലേ? ചില സമയത്ത് ഞങ്ങൾ ആലോചിച്ചു പോകും, ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ രാവിലെ പകലില്ലാതെ കഷ്ടപ്പെടുന്നതൊക്കെ. ഞങ്ങൾ ഈ രാവിലെ പകലില്ലാതെ കഷ്ടപ്പെട്ട് ഞങ്ങളെ മക്കളൊക്കെ വളർത്തി വലുതാക്കിയിട്ട് അവരൊക്കെ ഒരു നല്ല നിലയിലെത്തണം, അവരെ വേറെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ അവർക്കൊരു കംപ്ലൈൻറ്റും വരരുത്, അവരെ നല്ല നിലയിൽ നോക്കണം എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ രക്ഷിതാക്കൾ തന്നെ സ്വന്തം മകളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ കഴിയുന്നു? പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ബാപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനാണല്ലേ, അതെത്ര വയസ്സായി കഴിഞ്ഞാലും. എന്നിട്ടും സ്വന്തം പെൺമക്കളൊക്കെ വെട്ടിക്കൊല്ലുക എന്ന് പറയുമ്പോൾ മനസ്സിനെ ആലോചിക്കാൻ പോലും ഞങ്ങൾക്കൊന്നും പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് അല്ലേ? പെൺകുട്ടികൾ ആ ചിരിയും ആ ബാപ്പാൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഇതും ഒക്കെ ഒരു പ്രത്യേകിച്ച് നമ്മളെ പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്, പെൺകുട്ടികളോട് ബാപ്പാനോടും അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഉമ്മാനോടുമാണ് സ്നേഹം കൂടുതൽ എന്ന്. അവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബാപ്പാനോടൊക്കെ വന്ന് പറയുന്നതെന്ന്. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. ഞങ്ങൾ എന്തിനാ ഈ പകല് പാലും മണിയെടുക്കുക? ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലേ? നമ്മുടെ ഒരു യുവത്വത്തിൽ അത് കഴിഞ്ഞു. നമ്മൾ അന്ന് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ള ആ യുവത്വത്തിൽ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു. പിന്നീട് നമ്മളൊരു കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും. പിന്നെ മക്കളെ ഭാവിക്ക് വേണ്ടിയാണ് ജീവിതം. അങ്ങനെയൊക്കെ നമ്മൾ മക്കളെ വളർത്തിയിട്ട് നമ്മൾ തന്നെ സ്വയം കൊല്ലുക എന്ന് പറയുമ്പോൾ എത്ര വിഷമങ്ങളാണ്, എങ്ങനെ തോന്നുന്നു ഈ മനസ്സ്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചാൽ അടിക്കുമോ എന്തെങ്കിലും ചെയ്യും. അല്ലാതെ കണ്ട് ഈ സ്വന്തം മകളെ കത്തിയെടുത്ത് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിന് വല്ലാതെ വേദനിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം നമുക്കതിന് ധൈര്യം വരുന്നത്? ഞാനിപ്പോൾ ജയിലിൽ പോയാൽ 10 കൊല്ലം കിടക്കും, തിരിച്ചു വരാം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ നിറച്ചും പൈസ ഉണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ശരിക്ക് കേരള പോലീസിനോടും കേരളത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ ചില മാറ്റങ്ങൾ വരുത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്താണെന്നറിയാം, ഇങ്ങനെ ഒരുപാട് കൊലപാതകം ഞങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ നിങ്ങൾ 10 കൊല്ലം 5 കൊല്ലം ജയിലിലിട്ട് തിരിച്ചയക്കരുത് അവരെന്താ വേണ്ടതെന്നറിയാം? 5 കൊല്ലം പോലും ശിക്ഷ കൊടുക്കാതെ പബ്ലിക്കിൽ സ്വന്തം മകളെ എങ്ങനെയാണോ കൊന്നത്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ എന്താണോ ചെയ്തത്, എങ്ങനെയാണോ കൊന്നത്, ആ ലെവലിൽ നമ്മൾ എന്താക്കണം? അവരെയും പബ്ലിക്കിൽ വെച്ച് അതിൻ്റെ ശിക്ഷ കൊടുക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? എല്ലാവരോടും വളരെ വേദനിക്കുന്നുണ്ട്, എന്നാലും എല്ലാവരോടും സ്നേഹം മാത്രം.